ഇന്ത്യ അങ്ങനെ T20 ലോകകപ്പിലെ രണ്ടാമത്തെ മത്സരവും ജയിച്ചിരിക്കുകയാണ്. 93 റൺസിൻ്റെ. പക്ഷേ അപ്പോഴും ആദ്യ മത്സരത്തിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ മത്സരത്തിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പക്ഷേ എങ്കിലും ഇന്ത്യയെപ്പോലൊരു നമ്പർ 1 T20 ടീമിൻ്റെ ഒരു കളി അവിടെയും കണ്ടില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ നമുക്കൊരു വിഷമമുണ്ട്. കാര്യം വെച്ചാൽ 15-ന് പാകിസ്ഥാനെതിരെയാണ് കളി. നമീബിയക്കെതിരായ കളിയിൽ സ്പിന്നർമാരുടെ മുന്നിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇത് എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻമാരടങ്ങിയ ആ ഒരു ടീം, ഒരു പ്രത്യേകിച്ച് ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും ഒഴിച്ച് ബാക്കിയുള്ളവർ, സഞ്ജുവിൻ്റെ ആദ്യത്തെ വെടിക്കെട്ടിനൊപ്പം തന്നെ ബാക്കിയുള്ളവർ ഒരു പരാജയമായി മാറുന്നൊരു കാഴ്ചയാണ്. 209 റൺസ് എന്ന് പറയുന്നത് നമീബിയക്കെതിരെ അതൊരു ചെറിയ സ്കോറാണ് എന്നാണ് ഒരു ക്രിക്കറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നു. ടോസ് നമീബിയയ്ക്ക് കിട്ടുന്നു. ടോസ് കിട്ടുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ട് സൂര്യകുമാർ യാദവ് ഇങ്ങനെയാണ് പറയുന്നത്: ടോസ് കിട്ടിയാൽ ഞങ്ങൾ ബാറ്റിംഗാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്കൊരു ബാറ്റിംഗ് ട്രീറ്റ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ബാറ്റിംഗ് ട്രീറ്റ് ഇന്ന് ആരാധകർക്ക് കാണാൻ സാധിക്കും. സൂര്യകുമാർ യാദവ് പറഞ്ഞതുപോലെ തന്നെ 7.2 ഓവർ വരെ ആ ബാറ്റിംഗ് ട്രീറ്റ് ഇന്ത്യൻ ആരാധകർക്ക് തിങ്ങി നിറഞ്ഞ ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കിട്ടി. അതിനുശേഷമുള്ള 13 ഓവറുകളിൽ ആ ട്രീറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എല്ലാത്തിൻ്റെയും തുടക്കം സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ കൂട്ടുകെട്ട്. സഞ്ജു സാംസനെ സംബന്ധിച്ച് ഈ ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും അവസരം കിട്ടില്ല എന്ന് കരുതിയ അദ്ദേഹത്തിന് പെട്ടെന്ന് അഭിഷേക് ശർമ്മയുടെ അഭാവത്തിലൊരു അവസരം കിട്ടുന്നു. 8 പന്തിൽ 22 റൺസ്. ഒരു T20 സ്റ്റൈൽ ഇന്നിങ്സ് വെച്ച് നോക്കിയാൽ അതിനെ നമുക്കൊരു ഭേദപ്പെട്ട ഇന്നിങ്സ് എന്ന രീതിയിൽ നമുക്ക് മാർക്ക് കൊടുക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടമായതിന് ശേഷം തിലക് വർമ്മ ക്രീസിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഇഷാൻ കിഷൻ തൻ്റെ മികച്ച ഫോം തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇഷാൻ കിഷൻ ആ നിലയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ 7.2 ഓവറിൽ 104 എന്ന നിലയിൽ വരെ എത്തിയതാണ്. എന്നാൽ ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷം പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്കും കളി കണ്ടിരുന്ന നമുക്ക് മനസ്സിലാകാത്ത കാഴ്ചയാണ് എന്ന് പറയാം. കുറേയധികം നാളുകളായിട്ട് നമ്മൾ തന്നെ പല വീഡിയോയിൽ പറഞ്ഞ ഒരു പ്രശ്നം: ഇന്ത്യ സ്പിന്നെതിരെ കളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജെറാൾഡ് ഇറാസ്മസ് എന്ന അവരുടെ നായകൻ കൂടിയായ താരം, അദ്ദേഹത്തിൻ്റെ സ്പിൻ ബോളിങ്ങിന് മുമ്പിൽ ഉത്തരമില്ലാതെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. 4 ഓവറിൽ 20 റൺസ് മാത്രം വഴക്കി 4 വിക്കറ്റുകൾ, അതും 4 ഗോൾഡൻ വിക്കറ്റുകൾ. ഇഷാൻ കിഷൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും അക്സർ പട്ടേലിൻ്റെയും തിലക് വർമ്മയുടെയും അടക്കം 4 ഗോൾഡൻ വിക്കറ്റുകളാണ് ഇറാസ്മസ് എന്ന ബോളർ വീഴ്ത്തിയത്. ഇറാസ്മസ് ഈ 4 വിക്കറ്റുകൾ വീഴ്ത്തിയതിനെ നമുക്ക് ആദ്യമായിട്ട് നമ്മളെക്കെതിരെ ഒരു ഓപ്പണൻ്റായിട്ട് വരുന്ന ടീമാണ്, നമ്മുടെ താരങ്ങൾക്കധികം പരിചയമില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാലും നമ്മളെ കാത്തിരിക്കുന്നത് ഒരു അപകടം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനെതിരെയുള്ള മത്സരം പടിവാതിക്കൽ നിൽക്കെ. എന്താണ് ഇറാസ്മസിൻ്റെ ബോളിംഗ് ഇന്ത്യയെ ഇത്രയധികം കുഴപ്പിക്കാനുള്ള കാര്യം? നമുക്ക് ഇറാസ്മസിൻ്റെ ബോളിംഗ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് നമ്മൾ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ ഏറ്റവും അധികം പേടിക്കുന്ന ഉസ്മാൻ താരിഖ്. ഈ താരത്തിൻ്റെ ബോളിംഗ് ആക്ഷനുമായി വളരെ സിമിലറായിട്ടുള്ള ബോളിംഗ് ആക്ഷനായിരുന്നു ഇറാസ്മസിൻ്റെ. ഇറാസ്മസ് ബോൾ ചെയ്തത് ഡൽഹിയിലാണ്. നമ്മൾ പാകിസ്ഥാനെതിരെ കളിക്കാൻ പോകുന്നത് കൊളംബോയിലാണ്. സ്പിൻ കോട്ടയായ കൊളംബോയിൽ പാകിസ്ഥാൻ്റെ താരിഖിനെയും അതേപോലെ തന്നെ സൈം അയൂബ് അടക്കമുള്ള സ്പിന്നർമാരെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ള ആശങ്ക ഇന്നലത്തെ മത്സരത്തിനിടയിൽ തന്നെ ക്രിക്കറ്റ് കമൻറ്റേറ്റർമാരും ക്രിക്കറ്റ് വിദഗ്ധന്മാരും പങ്കുവച്ചു. എനിക്ക് പേഴ്സണലി വളരെയധികം ഒരു പേടി തോന്നിയ ബോളിംഗ് ആയിരുന്നു ഇറാസ്മസിൻ്റെ. അദ്ദേഹത്തിന് എടുത്ത 4 വിക്കറ്റ് ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ആക്ഷൻ പെട്ടെന്ന് ഒന്ന് നോക്കിയാൽ ഒരു വിയേർഡ് ബോളിംഗ് ആക്ഷൻ എന്നൊക്കെ പറയാം. പക്ഷേ ആ ബോളിംഗ് ആക്ഷനിൽ ഒരു വേഗതയുണ്ട്. അത് ബാറ്റ്സ്മാൻമാരെ പെട്ടെന്നൊന്ന് കൺഫ്യൂസ് ചെയ്യുന്നതാണ്. താരിഖിൻ്റെ ബോളിംഗ് ആക്ഷനും അതുപോലെയാണ്. താരിഖ് ചെറുതായിട്ട് അമ്പയറുടെ അടുത്തെത്തുന്ന സമയത്ത് താരിഖിനൊരു പോസ് ഉണ്ട്. ആ പോസിന് ശേഷമാണ് അദ്ദേഹം ആ പന്ത് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ച് കുറേയധികം നാളുകളായിട്ട് ടെസ്റ്റ് ഫോർമാറ്റിലടക്കം നമ്മൾ കാണുന്നതാണ് സ്പിന്നർമാരെ എങ്ങനെ നേരിടണമെന്ന് നമുക്കറിയില്ല. ഒരു കാലത്ത് നമ്മൾ സ്പിന്നർമാരെ നേരിടുന്നതിൽ രാജാക്കന്മാരായിരുന്നു. സ്വീപ്പ് ഷോട്ടുകളും നമ്മൾ എന്താണ് ആ സിറ്റുവേഷന് ആവശ്യം അതനുസരിച്ച് നമ്മൾ കളിക്കാൻ മിടുക്കന്മാരായിരുന്നു. ഇന്ന് സോഫ്റ്റ് ഹാൻഡ്സ് വെച്ചിട്ടുള്ള ഷോട്ടുകൾ നമ്മൾ ബാലപാഠങ്ങളൊക്കെ മറന്നുപോയിരിക്കുന്നു. എല്ലാവർക്കും വരിക, ഒരു 6 പറത്തുക, അടുത്ത പന്ത് വിക്കറ്റ് കളയുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ബാറ്റ്സ്മാൻമാർ പോയി. ഇത് നമുക്ക് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് ഒരു അപകട സൂചന തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ.
അതിൽ ശരിയാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഏകദേശം അങ്ങനെയൊരു ടെൻഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തകർന്നത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം നേരത്തെ പറഞ്ഞ പോലെ 7 ഓവറിൽ 100 എത്തിയെങ്കിൽ അടുത്ത 13 ഓവറിൽ ഏകദേശം പറഞ്ഞു വരുമ്പോൾ ഒരു 6 to 7 റൺ നിരക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തുടക്കം കിട്ടിയിട്ട് പറഞ്ഞു വരുമ്പോൾ ഏകദേശം 250-300 പോകേണ്ട ഒരു സ്കോറാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ ബാറ്റർമാർ അത്രയും 8 ബാറ്റ്സ്മാൻമാർ, ആദ്യ 8 അക്സർ പട്ടേൽ വരെയുള്ള ബാറ്റ്സ്മാൻമാർ ഈ വമ്പനടിക്ക് ശേഷിയുള്ള ബാറ്റ്സ്മാൻമാരാണ്. ഇനി വമ്പനടി അടിച്ചില്ലെങ്കിൽ പോലും T20 ഫോർമാറ്റിൽ ഇത്രയും അപകടകരമായ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഇന്നില്ല. ഒരു ടീമിനും ആഗ്രഹിക്കാൻ പോലും പറ്റുന്നിടത്തിലപ്പുറമാണ്. പക്ഷേ ആ ടീമിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നില്ല. ശരിക്കും ഡിസപ്പോയിൻമെന്റ് തന്നെയാണ്. നമീബിയാണ്. നമ്മൾ ഒരിക്കലും ചെറിയ ടീമിനെ നമ്മൾ കുറച്ച് കാണുകയല്ല. പക്ഷേ ഇന്ത്യയുടെ ശക്തി വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമീബിയ ഒരു വീക്കർ ഓപ്പണന്റ് തന്നെയാണ്. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട 2 പേരുകൾ, ഒന്ന് ഇഷാൻ കിഷൻ 24 പന്തിൽ 61 റൺസ് എടുത്ത് അദ്ദേഹം തൻ്റെ ഡ്യൂട്ടി എന്നത്തെ പോലെ മനോഹരമായിട്ട് ചെയ്തു. 28 പന്തിൽ 52 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയെക്കുറിച്ച് വളരെ എടുത്തു പറയണം. USA-ക്കെതിരെയുള്ള മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ബാറ്റ് കൊണ്ടും വലിയ സംഭാവനകളൊന്നും നൽകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കം അധികം ആക്രമിച്ച് കളിക്കാതെ ആ സാഹചര്യം എന്താണോ അത് മനസ്സിലാക്കി പിന്നീട് ആക്രമിക്കുന്ന ഹാർദിക് പാണ്ഡ്യയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഈ ഫോം നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. പ്രത്യേകിച്ച് സ്പിന്നർമാർക്കെതിരെ നല്ല രീതിയിൽ കളിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഹാർദിക് പാണ്ഡ്യ. അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചില പേരുകളുണ്ട്. ഒന്ന് ശിവം ദുബെ 16 പന്തിൽ 23 റൺസ്, റിങ്കു സിംഗ് 1 റൺസ്, അത് 6 പന്തിൽ. നമ്മുടെ ഫിനിഷിംഗ് എന്ന് പറയുന്ന റോൾ ചെയ്യേണ്ട 2 താരങ്ങളാണ്. ഇത് ശിവം ദുബെയെ സംബന്ധിച്ച് ശിവം ദുബെ ഒരു ബൗണ്ടറിയും ഒരു 6 അടങ്ങുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. അങ്ങനെ നിർഭാഗ്യകരമായിട്ട് അതിനിടയിൽ അദ്ദേഹം റൺഔട്ട് ആയത് റിങ്കു സിംഗ് കാരണമാണ്. ആ റിങ്കു സിംഗിനായിട്ട് അവസാന ഓവറിൽ കത്തി കയറാൻ സാധിച്ചില്ല. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് തന്നെ പറയാം. ബാറ്റിങ്ങിൽ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് അവർക്ക് മുമ്പിൽ ഒരു ലക്ഷ്യത്തിന് വെല്ലുവിളിച്ചത്. പക്ഷേ എന്തായാലും ഇന്ത്യയുടെ ബോളിംഗ് മനോഹരം തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. നമ്മൾ വരുൺ ചക്രവർത്തിയും ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ അവർക്ക് കിട്ടിയ അവസരങ്ങൾ നന്നായി തന്നെ വിനിയോഗിച്ചു. പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഒരു സാമ്പിളാണ് ഇന്നലെ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തേക്ക് ഒരു സാമ്പിളാണ് ഇന്നലെ സൂര്യകുമാർ യാദവ് തുടക്കത്തിൽ പ്രയോഗിച്ചതെന്ന് തോന്നി. ആദ്യം ന്യൂ ബോൾ എടുത്തത് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. അതിൻ്റെ അർത്ഥം കൊളംബോയിൽ സ്പിന്നർമാരെ തുണയ്ക്കുന്ന ട്രാക്കിൽ ഒരു പക്ഷേ അർഷ്ദീപ് സിംഗിന് വിശ്രമം അനുവദിച്ചതിന് വാഷിംഗ്ടൺ സുന്ദറോ അല്ലെങ്കിൽ കുൽദീപ് യാദവിനെയോ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു സൂചനയാണ് ഇന്നലെ തന്നത് എന്ന് തോന്നി. അറിയില്ല എങ്ങനെയാണ് സ്ക്വാഡെന്ന്. എങ്കിലും കൊളംബോയിൽ ഈ പറഞ്ഞ വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവും അക്സർ പട്ടേലും അടങ്ങുന്ന ഒരു സ്പിന്നർമാരെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കുൽദീപ് യാദവ് പാകിസ്ഥാനെതിരെ വളരെ മിടുക്കനായിട്ടുള്ള ബോളറാണ്. അദ്ദേഹം ഏഷ്യ കപ്പ് ഫൈനലിലടക്കം നമുക്ക് വിജയം നേടിത്തന്ന താരമാണ്, ലോകത്തിലെ സ്പിന്നറാണ്. അപ്പോൾ ആ താരത്തിൻ്റെ ഒരു സാന്നിധ്യം അന്നത്തെ മത്സരത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ക്യാപ്റ്റൻ്റെ ഇഷ്ടം, നമുക്ക് പുറമെത്തുന്ന അഭിപ്രായം പറയാവുന്നേ ഉള്ളൂ. അതെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ അഭിഷേക് ശർമ്മ ഫിറ്റാവുകയാണെങ്കിൽ, പാകിസ്ഥാനെതിരെ ഫിറ്റാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരെ മാറ്റി നിർത്തും എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു T20 ഇന്നിങ്സ് തന്നെയായിരുന്നു, സംശയമില്ല. അത് അധികം നീണ്ടില്ല. പക്ഷേ വ്യക്തിപരമായി സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ആ ഒരു സ്കോർ കുറച്ചുകൂടെ ഉയർത്തേണ്ടതായിരുന്നു. കാര്യം പറഞ്ഞു വരുമ്പോൾ ഒരു 5 കളികളിൽ നിന്ന് വളരെ മോശം രീതിയിൽ ഔട്ടായ ഒരാൾ, സ്വാഭാവികമായിട്ടും അയാൾക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസിൽ ഒരു വലിയ സ്കോർ നേടേണ്ടതായിരുന്നു. മിനിമം ഒരു ഹാഫ് സെഞ്ചുറി എങ്കിലും അവിടം വരെയെങ്കിലും എത്തേണ്ടതായിരുന്നു എന്ന് ചില വിമർശകർ പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഇന്നലത്തെ ട്രാക്കും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആ വിമർശകരോട് നമ്മൾ 100% യോജിക്കണം. അതായത് അങ്ങനെ ഒരു വലിയ സ്കോർ ഉയർത്തിക്കൊണ്ട് ടീമിൽ ഇനിയും ഇടം നേടാനുള്ള സാധ്യതയുള്ള ആളാണ് താൻ എന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതായിരുന്നു ഉറപ്പായിട്ടും. പിന്നെ അദ്ദേഹത്തിന് ചാൻസ് ഉള്ളത് അദ്ദേഹം ഒരു വലം കയ്യൻ ബാറ്റർ ആണെന്നുള്ളത് മാത്രമാണ് പറഞ്ഞു വരുമ്പോൾ. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ പുറത്ത് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഫിറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു അഭിഷേക് ശർമ്മയ്ക്ക് ആ മത്സരത്തിൽ കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സഞ്ജു സാംസണെ ആയിരിക്കും തീർച്ചയായിട്ടും പുറത്തിരുത്തുക. കാരണം റിങ്കു സിംഗിനെ പുറത്തിരുത്തി അവരൊരു റിസ്ക് എടുത്ത് സഞ്ജുവിനെ ബാക്കിലേക്ക് കളിപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. സഞ്ജു സാംസൺ പുറത്തേക്ക് തന്നെ പോകും, അതാണ് നിലവിൽ സാധ്യത. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലങ്കൈൻ എന്ന നിലയിലുള്ള സഞ്ജുവിൻ്റെ അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ
പാകിസ്ഥാനെതിരെ പോലെ ഒരു വളരെ ഒരു നിർണായകമായ പോരാട്ടമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അഭിഷേക് ശർമ്മ തീർച്ചയായിട്ടും ആ മത്സരത്തിൽ അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു റിസ്ക് എടുക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ലെങ്കിൽ സഞ്ജുവിന് ഉറപ്പായിട്ടും വീണ്ടും ഒരു ചാൻസ് കിട്ടും. അതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ആ ചാൻസിൽ അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയണമെന്നാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത്. അത്രയും കേപ്പബിൾ ആയിട്ടുള്ള താരം തന്നെയാണ്. തീർച്ചയായിട്ടും നിലവിലത്തെ അദ്ദേഹത്തിൻ്റെ ഫോം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റിയെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല. തുടർച്ചയായിട്ട് 3 സെഞ്ചുറികൾ T20 ഫോർമാറ്റിൽ നേടിയ ബാറ്റ്സ്മാനാണ്. അപ്പം സഞ്ജുവിന് ആ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. സഞ്ജുവിൻ്റെ ഒരു കോൺഫിഡൻസ് ചെറിയ പ്രശ്നമാണ്. ആ ഒരു കോൺഫിഡൻസ് കുറവ് സഞ്ജു മാറ്റി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. എന്തായാലും നമുക്ക് ആവശ്യം ജയമാണ്. അതെ, സഞ്ജു ആണെങ്കിലും ആരാണെങ്കിലും, സഞ്ജു ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ഇന്ത്യയുടെ ആ ഒരു എന്താ പറയുക T20 നമ്പർ 1 ടീം എന്നുള്ള ഖ്യാതിക്കനുസരിച്ചുള്ള ഒരു പ്രകടനം ഇന്ത്യയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് പാകിസ്ഥാനെതിരെ തന്നെ അതുണ്ടാകണം. പാകിസ്ഥാനെതിരെ തന്നെ അത് ഉണ്ടായാൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ കൂടുതൽ മുന്നേറാൻ സാധിക്കുള്ളൂ. കാര്യം എന്തു പറഞ്ഞാലും ശരി, ഈ ലോകകപ്പ് ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാതെ ജയിക്കാൻ കഴിയില്ല. അപ്പോൾ ബൗളിംഗ് നിരയിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല. കാര്യം തുടക്കത്തിലൊക്കെ നല്ല അടി കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നമീബിയക്കെതിരെയും USA-ക്കെതിരെയും അടി കിട്ടുക എന്ന് വെച്ചാൽ അതൊരു നമുക്കൊരു ബാഡ് സിഗ്നൽ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് വരുന്ന സമയത്ത് ബൂംറയും നമ്മുടെ വരുൺ ചക്രവർത്തിയും ഒഴിച്ച് ബാക്കിയുള്ള ആരെയും നമുക്ക് അത്രത്തോളം അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നലത്തെ മാച്ചിൽ ഹാർദിക് പാണ്ഡ്യ ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത്. പക്ഷേ നമ്മളെ കാത്തിരിക്കുന്ന നിർണായക പോരാട്ടമാണ്. പാകിസ്ഥാൻ കൊളംബോയിൽ ഇതുവരെ 2 മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞ ടീമാണ്. നമ്മളവിടെ കളിച്ചിട്ടില്ല. സ്പിന്നെ തുണയ്ക്കുന്ന ട്രാക്കാണ്. നമ്മുടെ സ്പിൻ വെല്ലുവിളികളെല്ലാം ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ടഫായിട്ടുള്ളൊരു മാച്ച് തന്നെയാണ് നമ്മളെ. മാത്രമല്ല ഈ മാച്ചിൽ ഇന്ത്യക്ക് ജയിച്ചേ കഴിയൂ. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ വന്ന മാച്ചാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ജയിച്ചേ കഴിയൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ വിജയം ഇന്ത്യക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അന്ന് നമുക്കത് ആ വിജയം നമുക്ക് ആഘോഷിച്ചൊരു വീഡിയോയായി വരാം. തീർച്ചയായിട്ടും.